ഡിയേഴ്സ്, ഇന്നലെയാണ് നമ്മൾ BPCC 106നെ കുറിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് പറഞ്ഞുതരാമെന്ന് പറഞ്ഞത്. പക്ഷേ നമുക്ക് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ വന്നതുകൊണ്ട് ഇന്നലെ സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് നേരെ ടോപ്പിക്സിനെ കുറിച്ച് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ നിങ്ങൾ എത്രയും നന്നായിട്ട് കവർ ചെയ്ത് നിങ്ങളുടെ രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഫസ്റ്റിൽ ഫിലോസഫിക്കൽ കോണ്ടെക്സ്റ്റും ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ നോൺ വെസ്റ്റേൺ ട്രഡീഷൻ ആൻഡ് സൈക്കോളജിയാണ് 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഒന്നെങ്കിൽ ഒരുമിച്ച് ഒരു എസ്സേ പോലെയോ അല്ലെങ്കിൽ ഓരോന്ന് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കാനോ നിങ്ങൾക്ക് അറിയുന്ന പോലെ ചെയ്യുക. ഇനി നെക്സ്റ്റ് രണ്ടാമത് ചാപ്റ്ററിലോട്ട് വരുമ്പം വില്യം വുണ്ടൻറ്റ്, വില്യം ജെയിംസ്, ഇങ്ങനെ 2 ആളുകളെക്കുറിച്ച് അവരുടെ കോൺട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ പഠിക്കുക. കാരണം ഒരുപാട് ആളുകളെ കുറിച്ച് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പരമാവധി ഒന്ന് വായിച്ച് വയ്ക്കാനായിട്ടെങ്കിലും ശ്രമിക്കുക. 3rd ചാപ്റ്ററിൽ ബ്രിട്ടീഷ് എംപയറിസിസത്തെക്കുറിച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ബ്രിട്ടീഷ് എംപയറിസിസ്റ്റിനെ കുറിച്ചിട്ടും കൊടുത്തിട്ടുണ്ട്. അത് റിപ്പീറ്റഡായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് 3rd ചാപ്റ്ററിലത്തെ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കൂ കേട്ടോ. പിന്നെ അസോസിയേഷനിസം ആൻഡ് ലേണിംഗ് തിയറിസ്റ്റ്, അതും റിപ്പീറ്റഡായിട്ടൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസാണ്. പിന്നെ കണ്ടംപററി റോൾ ഓഫ് അസോസിയേഷനിസം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും അത് രണ്ടും കൂടെ ഒരുമിച്ച് കൊളാബറേറ്റ് ചെയ്ത് ചോദിക്കാനോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കാനോ ആണ് സാധ്യത. ഇതൊക്കെ മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് ആണ് കേട്ടോ. ഇനി 4th ചാപ്റ്ററിലോട്ട് വരുമ്പം ക്രിറ്റിസിസം ഓഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. 74 പേജ് നമ്പർ 74. ചിലപ്പോൾ നിങ്ങളുടെ പേജ് നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. 4th ചാപ്റ്ററിലാണ് കേട്ടോ. അതും ഒന്ന് നോക്കിയോളൂ. 4th ചാപ്റ്ററിൽ അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് പഠിക്കാം കേട്ടോ. ഇനി 5th ചാപ്റ്ററിലോട്ട് വരുമ്പം കോൺട്രിബ്യൂഷൻ ആൻഡ് ഫങ്ഷണലിസമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത്. പിന്നെ അതിൽ കുറച്ച് സ്കൂളുകളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കത് വായിച്ച് വെക്കുക കേട്ടോ. നമ്മൾ 6th ചാപ്റ്ററിലോട്ട് വരുമ്പം ഇൻഫ്ലുവൻസ് ഓഫ് സൈക്കോ അനാലിസിസ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ്. അടുത്തതായി ഡെവലപ്മെൻറ്റ് ഓഫ് സൈക്കോ അനാലിസിസ്, അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ സൈക്കോ അനാലിസിസ് ആണ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്, അതും നിങ്ങളൊന്ന് വായിച്ച് വയ്ക്കുക. അറ്റ്ലീസ്റ്റ് എഴുതാനെങ്കിലും വായിച്ച് വയ്ക്കുക. കാരണം നമ്മളിത് ഈ അനാലിസിസിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റൊക്കെ ആഡ് ചെയ്ത് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടെ പോയിൻ്റ് ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ബൈഹാർട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ രീതിയിലൊന്ന് പഠിച്ച് വയ്ക്കുവാണെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്നൊക്കെ പഠിച്ച് വെക്കുന്ന കാര്യങ്ങൾ ഒരു എസ്സേ രൂപത്തിലോ അല്ലെങ്കിൽ ഒരു 5 മാർക്കിൻ്റെയോ 10 മാർക്കിൻ്റെയോ ഒക്കെ ആയിട്ട് വന്നാൽ നിങ്ങളിത് മുഴുവനായിട്ടൊന്ന് വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കുറേ പോയിൻറ്റ്സ് കിട്ടും. അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നമുക്കൊരു എസ്സേ സുഖമായിട്ടുണ്ടാക്കാം. അടുത്തത് സൈക്കോ അനാലിസിസ് ആൻഡ് സിസ്റ്റം ഓഫ് പേഴ്സണാലിറ്റിയാണ്. അപ്പം ഈ ഒരു 6th ചാപ്റ്റർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ക്രിറ്റിസിസമാണ്. അതുപോലെ തന്നെ 6th ചാപ്റ്ററിൽ ഓവറോൾ ഇമ്പാക്റ്റ് വരുന്നുണ്ട്. അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്യണം. അടുത്തത് 7th ചാപ്റ്ററിൽ കാൾ ഗസ്റ്റീവ് ജങ് എന്ന് പറഞ്ഞിട്ടൊരു ആളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആളെക്കുറിച്ച് ഒന്ന് പഠിച്ച് വയ്ക്കുക. അതിനകത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, എങ്കിലും ഒരു പ്രാവശ്യമൊക്കെ ചോദിച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതൊന്ന്, പിന്നെ ഒരുപാട് പേരുകളൊക്കെ ഉണ്ടെങ്കിൽ പഠിക്കാൻ പാടായിരിക്കും. പിന്നെ തന്നെ 7th ചാപ്റ്ററിൽ വരുന്നതാണ് ആൽഫ്രഡ് അഡ്ലറിനെ കുറിച്ചിട്ട്, അതും ഒന്ന് പഠിച്ചു വയ്ക്കുക. അടുത്തത് ഫിക്ഷണൽ ഫൈനലിസമാണ്, അതും ഒന്ന് നോക്കി വയ്ക്കുക. അതുപോലെ തന്നെ ടേബിൾസൊക്കെ ഉണ്ടല്ലോ 7.2-ലെ 4 പോയിൻറ്റ്സ്, അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. അതുപോലെ എറിക് എറിക്സൺ, അദ്ദേഹത്തിൻ്റെ തിയറീസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യങ്ങളും ഒക്കെ ചോദിക്കാറില്ലെങ്കിലും 1-2 പ്രാവശ്യങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേജസൊക്കെ ഇതിനകത്ത് കാണാനുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കാൻ നന്നായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഒരുപാട് ആളുകളൊക്കെ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ കുറേ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിലും ഒക്കെ പഠിച്ചിട്ട് കണ്ട ആളുകളെക്കുറിച്ചൊക്കെ ഇതിനകത്തുണ്ടാവും. അപ്പോൾ അവരെക്കുറിച്ചൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതല്ലാതെ ഈ ലാസ്റ്റ് മൊമെൻറ്റിൽ എല്ലാവരെക്കുറിച്ചും ഒന്നും പഠിക്കാനൊന്നും പറ്റില്ല. അപ്പം നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. അടുത്ത 8th ചാപ്റ്ററിലാണ്. അതിൽ ഓർഗൻസ് ഓഫ് ബിഹേവിയറിസമാണ്. അത് 8th ചാപ്റ്ററിൽ 8.1-ൽ തന്നെ കിടപ്പുണ്ട്. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോക്കി വയ്ക്കൂ. അതുപോലെ 8.2-ലെ വാട്ടേനിസം ബിഹേവിയറിസം, അതായത് ജോൺ ബി വാട്സൻ്റെ
വാട്സോണിയൻ ബിഹേവിയറിസം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 പ്രാവശ്യം അത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻറ്റോട് കൂടിയിട്ട് നിങ്ങളത് നോക്കണം കേട്ടോ. അതുപോലെ തന്നെ ക്രിറ്റിസിസം ഓഫ് വാട്സോണിയൻ ബിഹേവിയറിസം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. അതുപോലെ നോക്കുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓവറോൾ ഇമ്പാക്റ്റ് ഓഫ് വേർഡ്സിൻ്റെ കുറിച്ചിട്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വെക്കുക. നമ്മൾ ചിലപ്പോൾ എസ്സേ ആയിട്ട് ചോദിക്കുന്ന സമയത്ത് ഇതൊക്കെ കൂട്ടിച്ചേർത്ത് എഴുതുവാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും കേട്ടോ. അടുത്തത് 9ാമത്തെ ചാപ്റ്ററിൽ ബിഹേവിയറിസം ഇൻ ടുഡേ ടൈം. അപ്പം അതാണ് നമ്മൾക്ക് ഇതിന് ഈ 9th ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, അതിന് ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വരാറുമില്ല. എങ്കിലും നിങ്ങളൊന്ന് നോക്കി പോയാൽ മതി. കഴിഞ്ഞ സീസൺ വരെ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു പ്രാവശ്യം ഇനി എങ്ങനെയാണ് ചേഞ്ചസ് ഉണ്ടാവുമോ പാറ്റേൺ ഒന്നും അറിയില്ല. ഇതുവരെ 9th ചാപ്റ്ററിൽ നിന്നും കാര്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് 9th ചാപ്റ്ററിൽ നിന്നും ഓപ്പറേഷണലിസം ഒന്ന് നോക്കാവുന്നതാണ്. 9.2-ൽ അതൊന്ന് നോക്കി വെച്ചോളൂ. അതുപോലെ കോൺട്രിബ്യൂഷൻ ഓഫ് നിയോ ബിഹേവിയറിസം അതും ഒന്ന് നോക്കി വെച്ചോളൂ. അത് രണ്ടും ആണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് രണ്ടും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയെങ്കിലും പരമാവധി വയ്ക്കുക. എന്തെങ്കിലും കാരണവശാൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ടാണ് കേട്ടോ. ഈ കോൺട്രിബ്യൂഷൻ ഓഫ് നിയോ ബിഹേവിയറിസം പഠിക്കുമ്പോൾ അതെന്താണ് നിയോ ബിഹേവിയറിസ്റ്റ് എന്ന് പ്രത്യേകം എഴുതാൻ ശ്രമിക്കുക. അതിന് ശേഷമാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻസ് എഴുതാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ടോപ്പിക്ക് എഴുതുമ്പോഴും അതെന്താണ് എന്ന് ഡിഫൈൻ ചെയ്തതിന് ശേഷം അതിൻ്റെ പോയിൻറ്റ്സിലോട്ട് കിടക്കുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്ത 10th ചാപ്റ്ററിലാണ്. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഗസ്റ്റാൾട്ട് സൈക്കോളജി. ഓക്കെ, ഗസ്റ്റാൾട്ട് സൈക്കോളജി ഒരു പ്രാവശ്യമാണ് ചോദിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു സീസണിൽ. പക്ഷേ റിപ്പീറ്റഡ് ആവാനുള്ള സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവേണ്ടതാണ്. അതുപോലെ തന്നെ 10th ചാപ്റ്ററിൽ ഗ്രൂപ്പ് ഡൈനാമിക്സ് അതും ഒന്ന് നോക്കി വെച്ചോളൂ. അടുത്ത 11th ചാപ്റ്ററിലോട്ട് വരുമ്പം ഹ്യൂമനിസ്റ്റിക് സൈക്കോളജിയാണ് ഒരു ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി എന്ന് പറയുന്ന 11.3-ലുള്ള അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒരു പ്രാവശ്യം ഒക്കെ ചോദിച്ചിട്ടുള്ളതാണ്, റിപ്പീറ്റഡ് ആവാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ 2 സൈക്കോളജികളും കൂടെ ഉള്ള സിമിലാരിറ്റീസ് നോക്കുന്ന ഡിഫറൻസസ്, അതായത് ഹ്യൂമനിസ്റ്റിക് ആൻഡ് എക്സിസ്റ്റൻഷ്യൽ സൈക്കോളജി ഇൻ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് അതും നോക്കി വയ്ക്കുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച 2 കൂടെ കൂട്ടിച്ചേർത്തതും അതിൻ്റെ കൂടെ അതിൻ്റെ സിമിലാരിറ്റീസും ഡിഫറൻസും എല്ലാം കൂടെ എഴുതുന്ന ഒരു എസ്സേ ആയിരിക്കും അതിനകത്ത് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചതും ഇപ്പോൾ നമ്മൾ 11.4-ൽ പഠിക്കുന്നതും കൂടെ കൊളാബറേറ്റ് ചെയ്ത് എഴുതിയാൽ നന്നായിട്ട് മാർക്ക് സ്കോർ ചെയ്യാം കേട്ടോ. 12th ചാപ്റ്ററിലോട്ട് വരുമ്പം കോഗ്നിറ്റീവ് സൈക്കോളജി അഥവാ കോഗ്നിറ്റീവിസം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ചോദിക്കാറുള്ളതാണ് കേട്ടോ. അതുപോലെ സോഷ്യൽ കൺസ്ട്രക്ഷനിസം, അതായത് 12.2 സോഷ്യൽ കൺസ്ട്രക്ഷനിസം ഒക്കെ 1-2 പ്രാവശ്യങ്ങളിലൊക്കെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കി വയ്ക്കാം. പിന്നെ ഫെമിനിസം എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, എപ്പോഴും ഒരു യൂസ് ചെയ്യുന്നൊരു വേർഡും കൂടിയാണ്. പിന്നെ പോസിറ്റീവ് സൈക്കോളജി അതും 1 ടൈമാണ് വന്നിട്ടുള്ളത്. അതും റിപ്പീറ്റഡ് ആവാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ്. 13ാമത്തെ ചാപ്റ്റർ റിലേഷൻഷിപ്പ് ഇൻ ഇൻഡിവിജ്വൽ സൊസൈറ്റി അത് ഒരു ടോപ്പിക്കാണ്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. ഇത് വളരെ ചെറുതാണ് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഒരു ചാപ്റ്ററിൽ നിന്നും 1, 2, 3 എണ്ണം വെച്ചിട്ടാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളുടെ കയ്യിലുള്ള സോഴ്സ് വളരെ ചെറുതാണ്, എന്നാലും അതിൽ കുറേ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സോഴ്സിൽ കൂടെ കുറച്ചുകൂടി കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ കണ്ടെത്തി ചെയ്യാം. അപ്പോൾ ഇതെങ്കിലും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് എല്ലാവർക്കും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എക്സാം കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്ന് ഇൻഫോർമേഷൻസ് തരണം കേട്ടോ. ഓക്കെ, താങ്ക് യു.